കോഴിക്കോട് കട്ടിപ്പാറയിലെ അധ്യാപികയുടെ ആത്മഹത്യയിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. ആത്മഹത്യയ്ക്ക് കാരണം താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് സ്കൂൾ മാനേജ്മെന്റാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. അലീനയുടെ മൃതദേഹം കട്ടിപ്പാറ പള്ളിയിൽ സംസ്കരിച്ചു. 5 വർഷമായി നിയമനാംഗീകാരവും ശമ്പളവും ലഭിക്കാത്ത അധ്യാപികയെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. മാർച്ച് 26-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്നതിൽ മാനേജ്മെന്റ് കാലതാമസം വരുത്തിയെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടിലുണ്ട്. വീഴ്ച മാനേജ്മെന്റിന്റേത് തന്നെയെന്ന് പിതാവ് ബെന്നിയും ആരോപിക്കുന്നു. കോർപ്പറേറ്റ് മാനേജർ പല ആവശ്യങ്ങളും വിളിക്കാറുണ്ട്. ഒരു ഫോൺ പോലും എന്നെ വിളിച്ചില്ല. ഞാൻ എന്ത് ഉപദ്രവ ചെയ്തത്? ഒന്ന് വിളിക്കാനുള്ള മാനസികാവസ്ഥയില്ലാത്തത് ഇദ്ദേഹം എന്തിനാ കോർപ്പറേറ്റ് മാനേജറായിട്ട് തുടരുന്നത്? ഇത്രയും കാലം 100 രൂപ പോലും ശമ്പളമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. സർക്കാരിന് കൊടുക്കുന്ന രേഖകളൊക്കെ കൃത്യസമയത്ത് കൊടുക്കാന്നല്ലേ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുള്ളൂ. അലീനക്ക് മാസം സ്റ്റൈപ്പൻഡ് നൽകിയത് മാനേജ്മെന്റാണെന്ന വാദം സഹാധ്യാപകരും തള്ളി. അധ്യാപകർ ചേർന്ന് 3000 രൂപ അലീനക്ക് നൽകുകയായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. അധ്യാപികയുടെ ആത്മഹത്യക്ക് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ താമരശ്ശേരി AEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇന്നലെയാണ് അധ്യാപികയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4:30-യോടെ മൃതദേഹം കട്ടിപ്പാറ ഹോളി ഫാമിലി ചർച്ചിൽ സംസ്കരിച്ചു. മീഡിയ 1 കോഴിക്കോട്.